അന്ന് ആ ഒരു സിനിമയുടെ ഡബ്ബിങ്ങിൻ്റെ ഒക്കെ മദ്രാസിൽ ഡബ്ബിങ് നടക്കുന്ന സമയത്ത് PG ബിശ്വംഭരൻ വേറൊരു സിനിമയുടെ ഷൂട്ടൊക്കെ ആയിട്ട് അദ്ദേഹം അതിന് ശേഷം ചെയ്തൊരു സിനിമയുടെ ഷൂട്ടൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു, അവിടെ ഇല്ലായിരുന്നു, സ്ഥലത്തില്ലായിരുന്നു. അങ്ങനെ ഇതിൻ്റെ റൈറ്ററായ ആലപ്പി ഷെരീഫാണ് ആ ഒരു സിനിമയിൽ ഡബ്ബിങ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അപ്പോൾ അന്ന് മമ്മൂക്കയുടെ ശബ്ദം, അതായത് ഇന്ന് നമ്മൾ എത്ര ഗാംഭീര്യമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിച്ച മമ്മൂക്കയുടെ ശബ്ദം അന്ന് പോരാ എന്ന് പറഞ്ഞ് മറ്റൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ് അന്ന് ആ ഒരു സിനിമ ആലപ്പി ഷെരീഫ് ചെയ്തത്. അപ്പം മമ്മൂക്കയ്ക്ക് അന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ഒരു സിനിമ ഡബ്ബ് ചെയ്യണം എന്നൊക്കെ. പക്ഷേ അത് നടന്നില്ല, മമ്മൂക്കയുടെ ശബ്ദത്തിലല്ല ആ ഒരു സിനിമ. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഏതോ ഒരാളുടെ വേറെ ഏതൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ ശബ്ദത്തിലാണ് അന്ന് മമ്മൂക്കനെ നമ്മൾ കണ്ടത്. ഇതേപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തുള്ളൊരു അനുഭവം, അത് ചിലപ്പോൾ നിങ്ങൾ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. ആ ഒരു സിനിമയിലൊരു വലിയൊരു മതിലിൻ്റെ ഉയരത്തുനിന്ന് താഴേക്ക് ചാടുന്നത് അത് സുകുമാരനും മമ്മൂക്കയൊക്കെ ചാടുന്നതാണ്. അതിൽ സുകുമാരൻ ചാടുമ്പോൾ നമുക്കറിയാം, ചാടുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ, ഒരു ബെഡും കാര്യങ്ങളൊക്കെ വെക്കും. പക്ഷെ മമ്മൂക്കയ്ക്കൊന്നും ബെഡൊന്നും വെച്ച് കൊടുത്തില്ല. അപ്പോൾ അന്ന് ഷീല, പ്രൊഡ്യൂസറും കൂടിയായ ഷീല പറഞ്ഞു അത് അപകടമല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് ഒരു ഡയറക്ടർ പറഞ്ഞ പുതിയ നടനാണ്, ആൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് മമ്മൂക്ക ചാടിയതും മമ്മൂക്കയുടെ കാലം തൊടിഞ്ഞു. പിന്നീട് ആ ഫ്രാക്ചർ വെച്ച കാല് വെച്ചിട്ടാണ് മമ്മൂക്ക പിന്നീട് തുടർന്ന് അഭിനയിച്ചതൊക്കെ. പിന്നീട് ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം മമ്മൂക്കയുടെ ഒരു നടത്തത്തിനും അല്ലെങ്കിൽ പലപ്പോഴും മിമിക്രിക്കാരൊക്കെ മമ്മൂക്കിനെ അനുകരിക്കുന്നുണ്ട്, മമ്മൂക്കയുടെ ഒരു നടത്തവും കാര്യങ്ങളൊക്കെ. അത് മമ്മൂക്ക തന്നെ പലപ്പോഴും സമ്മതിച്ചിട്ടുള്ളതാണ്. മമ്മൂക്കയുടെ ഒരു കാലിന് ചെറിയൊരു കുഴപ്പമുള്ളത്, അത് ശരിക്കും ഈ ഒരു സിനിമയിലെ ഭാഗമായിട്ടുണ്ടായ ഒരു പരിക്കാണ് ഇന്നും മമ്മൂക്കയുടെ ഉള്ളതെന്ന് പറഞ്ഞു. പക്ഷേ മമ്മൂക്ക ഈ പറഞ്ഞ പോലെ അതൊരു എന്തോ PG വിശ്വംഭരൻ അന്ന് അങ്ങനെ പറഞ്ഞു. പക്ഷേ മമ്മൂക്ക പിന്നീട് വളർന്ന ശേഷം, വലിയൊരു താരമായ ശേഷം PG വിശ്വംഭരൻ മമ്മൂക്കയെ വെച്ച് ഒരുപാട് സിനിമകൾ, എഴുപൂരിൻ്റെ തരകൻ വരെയുള്ള ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആലപ്പി ഷെരീഫ് എന്ന് പറയുന്ന ഒരു റൈറ്റർ പിന്നീട് മമ്മൂക്കയായിട്ട് സഹകരിച്ചിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പിണക്കവും കാര്യങ്ങളാണോ നമുക്ക് അറിയില്ല, എൻ്റെ ഒരു അറിവിലില്ല. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ പറയുക. ആലപ്പി ഷെരീഫ് എഴുതിയ ഒരു സിനിമയിലും മമ്മൂക്ക പിന്നെ അഭിനയിച്ചിട്ടില്ല.